110 സങ്കീർത്തനം അതിലിങ്ങനെയാണ് നാം വായിക്കുന്നത്: ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. പുത്രനോട്, എന്റെ ദൈവം തന്നെ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. പുത്രനോട് അവിടുന്ന് അരുളി ചെയ്യുന്നു: ദൈവം തന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് തന്നെ ദൈവ സ്വഭാവത്തിൽ പുത്രത്വം ഉണ്ടായിരുന്നു. അല്ലാതെ യേശു ജനിച്ചതുകൊണ്ട് ദൈവത്തിന് പുത്രനുണ്ടായതല്ല, മറിയാമിന്റെ മകനായ യേശു വന്നതുകൊണ്ട് ദൈവത്തിന് പുത്രനുണ്ടായതല്ല. അതിന് മുൻപ്, ലോകമുണ്ടാകുന്നതിന് മുൻപ് തന്നെ ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിലുള്ള ഒരു സ്ഥാനമാണ് പുത്രത്വം. കൊലോസ്യ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും അവനിലല്ലോ ദേഹരൂപമായി വസിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങളിൽ എന്നല്ല, നാമത്തിൽ. യോഹന്നാനിൽ യേശു അരുളി ചെയ്യുന്നു: ഞാനും പിതാവും ഒന്നാകുന്നു. അത് മനുഷ്യന്റെ ലളിത ബുദ്ധി ഗ്രഹിക്കുവാൻ വളരെ വിഷമമുള്ളതും ആത്മീകമായി വിശുദ്ധ ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതുമായ ഒരു ശ്രേഷ്ഠ സത്യമാണ്. താങ്ക് യു. ഈ ക്വസ്റ്റ്യന് അക്ബറിന് കമന്റ് ചെയ്യാവുന്ന. ഇത് വിഷയവുമായി ഇസ്ലാമിക വിശ്വാസങ്ങളുമായി ഒരു നേരിട്ട് വൈരുദ്ധ്യം പുലർത്തുന്നത് കൊണ്ട് ഒരു വിശദീകരണം ആവശ്യമാണ് എന്ന് തോന്നുകയാണ്. ഒന്ന്, ബഹുമാന്യ സഹോദരൻ ഇവിടെ സൂചിപ്പിച്ചത് 110 സങ്കീർത്തനത്തിലുള്ള വചനപ്രകാരം പുത്രത്വം ദൈവത്തിന്റെ അനാദിയിൽ തന്നെ ഉണ്ടായിരുന്നു. സത്യത്തിൽ ബൈബിൾ പഴയ നിയമത്തിൽ ഞാനിവിടെ പറഞ്ഞു പുത്രൻ എന്ന പ്രയോഗം നടത്തുന്നുണ്ട്. പക്ഷെ അത് ആരെക്കുറിച്ചാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റാത്ത പല വചനങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഉൽപ്പത്തി പുസ്തകത്തിന് 6-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ ഒരു പരാമർശമുണ്ട്. എന്താണ്? മനുഷ്യന്, ആദാമിനും ഹവ്വക്കും സുന്ദരികളായ പുത്രിമാരുണ്ടായി. അപ്പൊ ദൈവത്തിന്റെ പുത്രന്മാർക്ക് ഈ സുന്ദരികളായ പുത്രിമാരെ കണ്ടപ്പോൾ എന്താണ്? അവരിൽ അനുരാഗമുണ്ടായി. അങ്ങനെ ഇവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും മല്ലന്മാരായ നെഫിലിമുകൾ എന്നറിയപ്പെട്ട ആളുകൾ ഉണ്ടായതെന്നാണ്. ഇവിടെ ഞാൻ പറയുന്ന ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് ഇവിടെ പ്രയോഗിച്ചത് ആരെ പറ്റിയാണ്? ചില പണ്ഡിതന്മാർ പറയുന്നു എന്ത് മാലാഖമാരെ പറ്റിയാണ്. ഇതല്ല, ദൈവപുത്രൻ എന്നുള്ള പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള സങ്കല്പം പഴയ നിയമത്തിൽ എന്നല്ല, പുതിയ നിയമത്തിൽ പോലുമില്ല. പുതിയ നിയമത്തിൽ പോലുമില്ല അത്തരം ഒരാശയം 3 പേരും കൂടിയതാണ് ദൈവമെന്ന. അവിടെയാണ് സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ച മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലെ 19-ാമത്തെ വചനം കടന്നു വരുന്നത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ ജ്ഞാനസ്നാനം ചെയ്യുക എന്ന്. അപ്പൊ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറയുമ്പോൾ ഇവിടെ 3 വ്യക്തികളുണ്ട് എന്ന് മാത്രമേ അർത്ഥമാകുന്നുള്ളൂ. 3 വ്യക്തികൾ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 വ്യക്തികളുണ്ട്. 3 വ്യക്തികളെയും ഇസ്ലാം അംഗീകരിക്കുന്നു. അതിൽ യാതൊരു പ്രശ്നമില്ല. ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. പിതാവുണ്ട്. പിതാവ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ദൈവത്തെ രക്ഷിതാവ് എന്നുള്ള അർത്ഥത്തിൽ വിളിച്ച പദമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിതാവുണ്ട്, അതേപോലെ തന്നെ പുത്ര ശബ്ദത്തിന് യേശുക്രിസ്തു, അതേപോലെ തന്നെ പ്രവാചകനായ പുത്രൻ, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ മാലാഖ. പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും വ്യക്തമാക്കുന്നത് അത് മാലാഖയാണെന്നാണ്. അപ്പൊ ഞാൻ പറയുന്ന ഈ 3 വ്യക്തികളുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ ഇവിടെ തർക്കമില്ല. മറിച്ച് 3 ഒന്നാണ് എന്നുള്ള വിഷയത്തിലാണ് തർക്കം. അപ്പോ സുഹൃത്ത് പറഞ്ഞു നാമങ്ങളിൽ നല്ല നാമത്തിൽ എന്നാണ് പറഞ്ഞതെന്ന്. സത്യത്തിൽ ഇത് വളരെ അടിസ്ഥാനരഹിതമായ ഒരു വാദമാണെന്നുള്ളതാണ് സത്യം. കാരണം എന്താണ്? പേരുകൾ എന്ന് പൊതുവായി പറയാറില്ല. എന്റെയും എന്റെ മക്കളുടെയും പേരിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. എന്റെയും എന്റെ ഭാര്യയുടെയും പേരിലാണ് ഈ സ്വത്തുള്ളത് എന്നെല്ലാമാണ് പറയാറുള്ളത്. നമ്മൾ മലയാളത്തിലായിരുന്നാലും വേറെ ഭാഷകളിലായിരുന്നാലും. മാത്രല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇതിന് ബൈബിളിൽ തന്നെ തെളിവുകൾ കാണാൻ പറ്റും. പരിശോധിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലെ 19-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, ദൈവം സകല ജന്തുക്കളെയും പറവകളെയും സൃഷ്ടിച്ചിട്ട് അവയെ എന്തു പേര് ചൊല്ലി വിളിക്കും എന്നറിയാൻ വേണ്ടി ദൈവത്തിന്റെ മുന്നിൽ ഹാജരാക്കി. ഈ ജന്തുക്കളെയും പറവകളെയെല്ലാം സൃഷ്ടിച്ചിട്ട് അവയെ എന്ത് പേര് ചൊല്ലി വിളിക്കാൻ.
എന്ത് പേര് ചൊല്ലി വിളിക്കുക, അവിടെയും സിംഗുലറാണ് പ്രയോഗിച്ചിട്ടുള്ളത്. മലയാളം ബൈബിളിലാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ, പേരുകൾ ചൊല്ലി വിളിക്കാന്ന് സാധാരണ പറയാറില്ല. അതുകൊണ്ടാണ് ആ പേര് ചൊല്ലി വിളിക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ഒരു അസ്തിത്വമാണെന്ന് അർത്ഥമല്ലല്ലോ. ഇതേ രൂപത്തിലുള്ളൊരു പ്രയോഗം മാത്രമാണത്. പിന്നീട് സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ച എന്റെ വാദത്തിന് എതിരിലാണ് സുഹൃത്ത് പറയുന്നത്, അതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ 30-ാമത്തെ വചനത്തിൽ പറയുന്ന ഞാനും പിതാവും ഒന്നു തന്നെ എന്നുള്ള വചനം, ഇത് ശരിയാണെങ്കിൽ ഇവിടെ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾ മുഴുവൻ തകർന്നു. കാരണം യേശു ക്രിസ്തു ദൈവവും ഞാനും ഒന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ അസ്തിത്വം തന്നെയാണ് എനിക്കുള്ളത് എന്ന് യേശു പറഞ്ഞു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം പറയുന്നത് യേശു ക്രിസ്തു ഒരു മഹാനായ പ്രവാചകനാണ് എന്നും യേശുവിൽ ആ അർത്ഥത്തിലുള്ള ഒരു ദിവ്യത്വമില്ല എന്നാണ്. അപ്പൊ അത് അടിസ്ഥാനപരമായി പൊളിഞ്ഞു എന്നുള്ളത് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന്റെ അടിത്തറ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇവിടെ എന്താണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്? അത് യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ ഒന്ന് പ്രയോഗം പലതവണ നടത്തുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ ഒന്ന് പ്രയോഗം, യോഹന്നാന്റെ സുവിശേഷത്തിലെ 17-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനം നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താ? യേശുവിന്റെ ഒരു പ്രാർത്ഥനയാണ്, ശിഷ്യന്മാരെ കുറിച്ചാണ്. പിതാവേ, ഇവർ എല്ലാവരും ഒന്നാകേണ്ടതിന് ഞാൻ നിന്നിലും നീ എന്നിലുമായതുപോലെ ഇവർ നമ്മിലായി ഇവർ ഒന്നാകേണ്ടതിന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായതുപോലെ ഇവരുമെയും ഒന്നാക്കണമേ. എന്താണ് ഇതിനർത്ഥം? എന്താണ് ഇതിനർത്ഥം? ഇവിടെ എന്താണ് യേശു ക്രിസ്തു പറയുന്നത്? നാം എങ്ങനെ ഒന്നായോ അതേപോലെ ഈ ശിഷ്യന്മാരെയും ഒന്നാക്കണം. അവിടെ ഒരേ അസ്തിത്വത്തിലാക്കണം എന്നാണോ? തീർച്ചയായും അല്ല. പിന്നെ എന്താ, 12 ശിഷ്യന്മാരെ ഒരേ അസ്തിത്വത്തിലാക്കണം എന്നല്ല, ആദർശപരമായി ആശയപരമായി ഏകീകരിക്കുകയാണ്, ഐക്യപ്പെടുത്തുകയാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അത് ബൈബിളിലെ ഒരു പൊതുപ്രയോഗമാണ്. ബൈബിളിലെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിലെ 6 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. പൗലോസ് പറയാൻ ഇതേ രൂപത്തിലുള്ള പ്രയോഗം. പൗലോസ് പറയാണ്, ഞാൻ നട്ടു, അപ്പോളാസ് നനച്ചു, നടുന്നവനും നനക്കുന്നവനും ഒന്നു തന്നെ. ഇവിടെ ഈ ഒന്ന്, നടുന്നവനും നനക്കുന്നവനും ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒന്ന് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടാണ് അസ്തിത്വത്തിൽ ഏകമാണെന്നല്ലല്ലോ അർത്ഥം. മറിച്ചെന്താണ്? അവർ പർപ്പസിൽ ഒന്നാണ്. ഞാനും എന്റെ ശിഷ്യന്മാരും ഒന്നാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. നാം ഒന്നാണെന്ന് പറയാറുണ്ട്. ഇപ്പൊ ഇതിനെതിരിൽ ഇപ്പൊ നമ്മൾ നടക്കുന്ന ഈ പ്രോഗ്രാമിനെ ആക്രമിക്കാൻ വേണ്ടി ആരെങ്കിലും വരികയാണെന്ന് വിചാരിക്കുക, നാം ഒന്നായിരിക്കും. എന്താണ്? ഒറ്റക്കെട്ടായിരിക്കും എന്നർത്ഥം. ഇതേപോലെ ആശയത്തിലുള്ള ഏകതയാണ് വിവക്ഷിക്കപ്പെടുന്നത് എന്നാണ് ബൈബിളിന്റെ ശൈലിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഇവിടെ സുഹൃത്ത് സൂചിപ്പിച്ച മറ്റൊരു വചനം, യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെയുള്ള 14-ാം അധ്യായത്തിലെ 8-9 വചനം, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് യേശു ക്രിസ്തു ഫിലിപ്പോസിനോട് പറയുന്ന വചനം. ഇതും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എന്താണ് ഇതിനർത്ഥം? പരിശോധിക്കേണ്ടതാണ്. യേശുവിനെ കണ്ടാൽ ദൈവത്തെ കണ്ടു എന്നാണ്. അപ്പൊ യേശു പറഞ്ഞു, പിതാവിനെ ആരും ഒരാളും കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ എന്താണ് അതിനർത്ഥം? മാത്രമല്ല, ഈ വചനം വ്യാഖ്യാനിച്ച, ഈ വചനം ഉദ്ധരിച്ച യോഹന്നാൻ തന്നെ വ്യാഖ്യാനം നൽകുന്നുണ്ട്. എന്താണത്? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. യോഹന്നാൻ പറയുന്നത് ശ്രദ്ധിക്കണം, പിതാവിനെ എന്നല്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 18-ാമത്തെ വചനത്തിൽ യേശുവിന് ശേഷം 80 കൊല്ലങ്ങളെങ്കിലും കഴിഞ്ഞ് സുവിശേഷമെതിയ യോഹന്നാൻ പറയുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാണ്, പിതാവിനെ എന്നല്ല. ആ ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ല. പിന്നെ എന്താ? ദൈവത്തിന്റെ മടിയിലിരിക്കുന്നവനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതാണ് എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം. അഥവാ യഥാർത്ഥത്തിൽ പിതാവിനെ ദൈവം തമ്പുരാനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്, ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നത്, ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് യേശു ക്രിസ്തുവാണ്. ഇത് പിന്നെ മുസ്ലിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. എന്താ? പ്രവാചകൻ പറഞ്ഞു, എന്നെ അനുസരിച്ചവൻ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു, എന്നെ സ്നേഹിച്ചവൻ അള്ളാഹുവിനെ സ്നേഹിച്ചിരിക്കുന്നു. ഇതിനർത്ഥം അള്ളാഹും നബി ഒന്നാണ് എന്നല്ല. മറിച്ച് ഇവിടെ ഒരു പർപ്പസ്, കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ എന്താണ് യേശു ക്രിസ്തു പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെല്ലാം മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഈ അപ്പോസ്തലന്മാർ ഒരിക്കലും യേശുവിനെ പിന്നീട് ഒരിക്കലും ദൈവത്തിന്റെ ദാസനായി കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്ന ദൈവപുത്ര സങ്കല്പത്തിനെതിരെ പരിശുദ്ധ ഖുർആൻ വ്യക്തമായി വിമർശിക്കുന്നുണ്ട്. ആ വിമർശനത്തിന് എതിര് നിൽക്കുന്ന സ്പഷ്ടമായ തെളിവുകളൊന്നും ബൈബിൾ പുസ്തകങ്ങളിൽ നിന്ന് കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം എന്ന് സൂചിപ്പിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ജെൻസ് സെക്ഷനാണെങ്കിലും ജെൻസ് സെക്ഷനിൽ ഇരിക്കുന്ന ഒരു ലേഡി ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അത് അനുവദിക്കപ്പെടുന്നു.
പിന്നീട് ജെൻസ് സെക്ഷനിൽ ചോദ്യം ചോദിക്കപ്പെടാവുന്നു. ഞാൻ മിസ്സസ് പോളാണ്. എന്റെ ചോദ്യം KMM അക്ബറിനോടാണ്. മോശയ്ക്ക് കൽപ്പന പിതാവ് നൽകി, ഈ കൽപ്പനകളെ ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ മുഹമ്മദ് നബിക്കും നൽകിയിരിക്കുന്ന വിശ്വാസം അനുസരിച്ച് ഇപ്പോ പ്രസംഗത്തിൽ കേട്ടതിൽ കൂടി നിങ്ങളുടെ പ്രവൃത്തിയാൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നതാണ് പറഞ്ഞത്. നല്ല പ്രവൃത്തികൾ ചെയ്തവർ സ്വർഗത്തിൽ പോകുന്നതാണ് മുസൽമാൻ വിശ്വാസം എന്നാണ് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ അങ്ങനെ അപ്പൊ അങ്ങനത്തെ നോക്കുമ്പോൾ അത് രണ്ടിലും വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിതാവ് ഒന്നും കൂടി മുഹമ്മദ് നബിയോട് ഇത് തന്നെ കൊടുക്കേണ്ട ആവശ്യം എന്നുണ്ടായി? തോറ കൊടുത്തത് ഉണ്ടായിരുന്നല്ലോ എന്നാണ് ചോദ്യം. നല്ലൊരു ചോദ്യമാണ് സഹോദരി ചോദിച്ചിട്ടുള്ളത്. മോശെ പ്രവാചകൻ കൊണ്ടുവന്ന കൽപ്പനകൾ, ആ കൽപ്പനകൾ പ്രകാരം ജീവിക്കുന്ന ആളുകൾ. ഇവിടെ യേശുക്രിസ്തു ഒരു കാര്യം പറഞ്ഞു, അത് നമ്മളിവിടെ സൂചിപ്പിച്ചു. എന്നാൽ മുഹമ്മദ് നബിയും പറയുന്നത് എന്താണ്? നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുക, അതിലൂടെയാണ് രക്ഷ എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് ഈ മുഹമ്മദ് നബി വന്നത് എന്ന്? ഇതാണ് ചോദ്യത്തിന്റെ സംക്ഷിപ്തം. സത്യത്തിൽ ലോകത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ മുഴുവനും ഒരേ പർപ്പസിന് വേണ്ടി വന്നവരാണ്, ഒരേ ലക്ഷ്യത്തിന് വേണ്ടി വന്നവരാണ്. ദൈവം തമ്പുരാന്റെ മാർഗത്തിലൂടെ ജനങ്ങളെ നയിക്കുക എന്ന ലക്ഷ്യം, ദൈവികമായ പാതയിലൂടെ ജനങ്ങളെ കൊണ്ടുപോകുക എന്ന ലക്ഷ്യം. ആ ദൈവിക പാത എന്താണ്? വിശ്വാസവും സൽക്കർമ്മങ്ങളും. ആ വിശ്വാസം വേണം, അതോടൊപ്പം സൽക്കർമ്മങ്ങൾ വേണം. വിശ്വസിക്കാത്ത ആളുകൾ, വിശ്വാസം ദൃഢമല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് കാര്യമില്ല. വിശ്വാസം മാത്രമായി കർമ്മമൊന്നും ചെയ്യാതിരുന്നാൽ അതുകൊണ്ടും കാര്യമില്ല. രണ്ടും ഒരേ സമയത്ത് വേണം. അപ്പൊ എന്താണ് ശരിയായ വിശ്വാസം എന്ന് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വന്നത്. എന്താണ് ശരിയായ വിശ്വാസം എന്ന് പഠിപ്പിക്കാൻ, കർമ്മങ്ങൾ എന്ന് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വന്നത്. ആ കർമ്മങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, ജീവിതത്തിൽ കൊണ്ടു നടന്ന് കാണിക്കുവാൻ വേണ്ടിയും ഓരോ സമുദായങ്ങളിലേക്ക് പ്രവാചകന്മാരെ അയച്ചു. പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് പോലെ ഖുർആനിലെ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 24-ാമത്തെ വചനത്തിൽ പറയുന്നു, വൈൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫിഹാ നദീർ. എല്ലാ സമുദായങ്ങളിലേക്കും പ്രവാചകന്മാരുടെ, ദൈവദൂതന്മാരുടെ, മുന്നറിയിപ്പുകാരുടെ നിയോഗമുണ്ടായിട്ടുണ്ട്. എല്ലാ സമുദായങ്ങളിലേക്കും അയച്ചു. ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് പ്രവാചകന്മാർ. അവരെന്താ അടിസ്ഥാനപരമായി പഠിപ്പിച്ചത്? അവർ പഠിപ്പിച്ചതും ഈ ഏകദൈവാരാധനയാണ്. നിങ്ങൾക്ക് വേദസംഹിതകളുടെ അടിത്തറകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ കാണാൻ സാധിക്കും അതിസുന്ദരമായ ആശയങ്ങൾ, അതിസുന്ദരമായ ആശയങ്ങൾ. അന്ധം തമഹ പ്രവിശന്ധിയേ സംഭൂതി മുഭാസതേ തദോ ഭൂയ ഇവതേ തമോ യൗ സംഭൂദ്യ രഥഃ. ഈശാവാസ്യോപനിഷത്തിലെ 12-ാമത്തെ ശ്ലോകമാണ്. എന്താ? ദൈവം